അവിടെ നമുക്ക് ഇന്നലത്തെ എപ്പിസോഡ് കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാവാൻ സാധിച്ചിട്ടുണ്ട്. ഈ അനീഷിന്റെ ആ ഇഷ്യൂ, അതേ കണക്ക് തന്നെ PR-ന്റെ കാര്യം, ഷാനവാസിന്റെ ചീട്ട് കയറൽ, ഇതെല്ലാം നമുക്ക് ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് പൂർത്തിയാക്കി ബിഗ് ബോസ് കൈ തന്നിട്ടുണ്ട്. അനീഷിന്റെ പല പ്ലാനുകളും ബിഗ് ബോസ് പൊളിച്ചു കഴിഞ്ഞു. ആക്ടർ എനിക്ക് അഭിനയിക്കാൻ അറിഞ്ഞൂടാ, പിന്നെ അതേ കണക്ക് ഞാൻ സാധാരണക്കാരനാണ്, പിന്നെ അതേ കണക്ക് തന്നെ ഞാൻ 5 കൊല്ലം ബിഗ് ബോസിന് വേണ്ടി അല്ല നിന്നത് എന്നൊക്കെ പൊളിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് തന്നെ ഈ ആഴ്ച ആര്യന്റെ ഗ്രാഫ് ഇത്തിരി പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്, നല്ല രീതിയിൽ പൊങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ഗ്രിസയിൽ പോയതോടെ ആര്യന്റെ ഈ നമ്മൾ പറയത്തില്ലേ, ഒരാള് പോകുമ്പോ മറ്റവന് ശുക്രൻ തെളിയുന്ന അന്തരം എന്താ പറയത്തില്ലേ, അതേ കണക്ക് ഇപ്പോൾ നമ്മുടെ ആര്യനാണ് ഇതിപ്പോ രക്ഷപ്പെട്ട് നിൽക്കുന്നത്. അത് വോട്ടിലും കാണാനുള്ള ചാൻസ് ഉണ്ട്. റീൽസ് ആയിട്ടൊക്കെ നല്ല രീതിയിൽ കറങ്ങുന്നുണ്ട് ആ വിഷയമൊക്കെ. അതേപോലെ തന്നെ ഈ നമ്മുടെ ഷാനവാസിന്റെ പല ചീട്ടും ഈ എടി പൊടി പിന്നെ അതേ കണക്കുള്ള സഭ്യമായ അല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നതും ടാസ്കുകൾ കുളമാക്കുന്നതും എന്ന വക എല്ലാ സംഭവങ്ങളും ലാലേട്ടൻ എടുത്തിട്ട് പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട് ഷാനവാസിന്റെ. അതേ കണക്കിന് അനീഷിന്റെയും പല പല കാര്യങ്ങളും ലാലേട്ടൻ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. പിന്നെ PR-ന്റെ കാര്യം, PR അവിടെ ഉള്ള ഒരുപാട് കണ്ടസ്റ്റൻസിനും PR ഉണ്ട്. PR ഇല്ലാതെ ഒരു മനുഷ്യരുമില്ല. അനീഷിനും ഉണ്ട് PR, പക്ഷെ അത്ര നമ്മൾ ഫ്ലെക്സിബിൾ ആയിട്ട് കാണുന്നില്ല. എന്നാലും അനീഷിനും ഉണ്ട് PR. അത് കണക്ക് തന്നെ നമ്മുടെ ഈ ഇവനും ഉണ്ട്. ആരൊക്കെയാണ് നമ്മുടെ പുതിയ വൈൽഡ് കാർഡ് എൻട്രി ആയ, ഇപ്പോൾ എവിക്ഷൻ ലിസ്റ്റിൽ ഏറ്റവും കൂടുതലും പ്രയോറിറ്റി ആയി കാണുന്ന നമ്മുടെ 7ാം സ്ഥാനക്കാരനായ സാബുമനും ഉണ്ട് ഈ PR വർക്ക് ഇല്ലാത്തൊരു മനുഷ്യർ പോലും അവിടെ ഇല്ല. PR ഇല്ലാതെ അവിടെ നിൽക്കാൻ സാധിക്കത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. PR ആണ് മെയിൻ കണ്ടസ്റ്റന്റ് എന്നും പറഞ്ഞ് നിൽക്കുന്ന ഒരുപാട് കണ്ടസ്റ്റന്റ് അവിടെ ഉണ്ട്, മെയിൻ ആണെന്നും പറഞ്ഞു. പക്ഷെ 16 ലക്ഷം രൂപയുടെ PR ഒന്നും ഇല്ല. അതിനെപ്പറ്റി ലാലേട്ടൻ സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇന്നലത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ബിഗ് ബോസിൽ ഒരുപാട് കാര്യങ്ങൾ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ പുതിയ അവിടെ ഒരു ഗസ്റ്റ് ആയിട്ട് ഒരു ഉമ്മയും ഒരു മോവനും വന്നതും നമ്മൾ കണ്ടതാണ്. അത് കണക്ക് തന്നെ അവർക്ക് കിട്ടിയ പ്രിവിലേജ് ആർക്കും കിട്ടിക്കാണാനുള്ള അവരെ വന്ന ലാലേട്ടന്റെ കൂടെ റോസ്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രിവിലേജ് അവർക്ക് കിട്ടി. അതും ഒരു വലിയ കാര്യം തന്നെയാണ്. പക്ഷെ ഉമ്മ കുറച്ചുകൂടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ വെളിയിലത്തെ കാര്യമെല്ലാം കണ്ടസ്റ്റൻസ് അറിഞ്ഞാല്. അതുകൊണ്ടാണ് ലാലേട്ടൻ ഒരു സമയത്ത് പറഞ്ഞു, മതി ഉമ്മ മതി ഉമ്മ, ഉമ്മ ഇരുന്നോ. അങ്ങനെ പറയുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഇന്നലത്തെ എപ്പിസോഡ് ഒരുപാട് ലെങ്തിയുമായിരുന്നു, നല്ല കണ്ടന്റും ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് ഇതിനെ പറ്റിയുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നന്ദി.